കില്ല് തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടത്. അപ്പോൾ പടം കണ്ടപ്പോൾ എനിക്ക് തിയേറ്ററിൽ കണ്ടില്ല എന്നുള്ളൊരു ഫീല് വന്നില്ല. അത്ര തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്ന പടമൊന്നുമല്ല. അപ്പോൾ മേക്കിംഗ് ഒന്നും അത്ര ഹെവി ഹ്യൂജ് സാധനങ്ങളൊന്നുമല്ല ഈ പടത്തിൽ. പക്ഷെ നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അങ്ങനെ അധികം കുറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഫൈറ്റ് സീനായാലും മൊത്തത്തിൽ ഓൾറൗണ്ട് ഈ പടത്തിന് നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇതിലെ ഫൈറ്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. ഇതൊരു ട്രെയിനിൽ നടക്കുന്ന ഒരു കഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ സെറ്റിട്ട് ചെയ്യാനായാലും എങ്ങനെ ചെയ്യാനായാലും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു സിനിമയ്ക്ക് വരും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നല്ല സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫൈറ്റിൽ. മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള വലിയ ബ്രഹ്മാണ്ഡ ഫൈറ്റ് സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓവറായിട്ടുള്ള ഫൈറ്റുകളൊന്നും ഈ പടത്തിലില്ല. എനിക്ക് ഭയങ്കര നോർമലായിട്ടുള്ള ഫൈറ്റാണ് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കുറേ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ നായകന് ഇതിലിട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ പറ്റുന്ന രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ മാത്രമാണ് എനിക്ക് ചെറിയ ഒരു അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. കാരണം അതാണ് കാരണങ്ങളുണ്ടായി, ഞാൻ പറയണില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് നായകൻ്റെയോ അല്ലെങ്കിൽ വില്ലൻ്റെ അങ്ങനത്തെ പെർഫോമൻസ് എന്ന് പറയാനാണെങ്കിൽ ഞാൻ രാഘവിനെ പറയും. അതിപ്പോൾ ഹിന്ദി ടെലിവിഷനിൽ ആങ്കറായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ അവൻ്റെ ഷോകളൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ആളാണ്. അവൻ്റെ ആ ഒരു ഇതിലത്തെ ക്യാരക്ടർ നമുക്കറിയാം. ഇതിൽ നല്ല നെഗറ്റീവ് ഷെയ്ഡിൽ അത് വൺ പീക്ക് ആറ്റിറ്റ്യൂഡിൽ നിന്നിട്ട് അവൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അവൻ്റെ പെർഫോമൻസ് കാരണം കൊണ്ടാണ് നമുക്കിതിലിങ്ങനെ പിടിച്ചിരുന്ന് കാണാൻ പറ്റില്ല. അവൻ്റെ പെർഫോമൻസ് അത്ര ഇല്ലെങ്കിൽ, ആ ക്യാരക്ടർ അത്ര ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടില്ല. നായകൻ നന്നായിട്ടുണ്ട്, നടികൾ നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ 4ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആളുടെ ഇപ്പോൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയാവാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫൈറ്റ് ആയാലും എല്ലാം ഓവറായിട്ട് ഇത് ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. ഇത് ഭയങ്കര ഓവറായിട്ട് ചെയ്യാനായിട്ട് പറ്റണ ഒരു സംഭവമാണിത്. പക്ഷേ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചധികം പ്ലാനിങ്ങിലൂടെ മുമ്പോട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ സിനിമോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് സിനിമയിൽ കാണുന്ന സിനിമോട്ടോഗ്രാഫി ഈ സിനിമയിൽ ഒരു ഫൈറ്റ് സീൻ, ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അതിപ്പോൾ ഈ എല്ലാ ഫൈറ്റ് സീനും എല്ലാ പടത്തിലും അതിൻ്റേതായ ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ സിനിമോട്ടോഗ്രാഫി ആൾ ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഷോട്ടുകളുണ്ട്, കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഈ സിനിമയുടെ റീമേക്ക് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ സിനിമ റീമേക്ക് ചെയ്ത് ഇംഗ്ലീഷിൽ വരാണെങ്കിൽ ഇതിന് ഗംഭീരമായിരിക്കും. അത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും, അത് 100% ഗ്യാരൻ്റിയാണ്. കാരണം ഈ കഥ ഇതിൻ്റെ ഡയറക്ടർ ഒരു മിനിമലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഭയങ്കര ഓവറായിട്ടൊന്നും ചെയ്തു വെച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ജോൺ വിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതിലെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സീനുകളുണ്ട്. ഇതിലങ്ങനെ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീനുകൾ മാത്രമാണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ എല്ലാവരും കാണാൻ ഞാൻ ഭയങ്കര ഈ സിനിമേനെ കുറിച്ചിട്ട് അങ്ങോട്ട് മൊത്തമായിട്ട് പറയണില്ല, എന്ന് വെച്ചാൽ സ്പോയിലറാവുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്ക്, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ ഹിന്ദി സിനിമകളിൽ ഇപ്പോൾ ഫൈറ്റ് സിനിമകൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിലിപ്പോൾ ഒരു 2ാം സ്ഥാനമൊക്കെ നിൽക്കാൻ പറ്റുന്ന സിനിമയാണ് മങ്കി മാനിന് ശേഷം. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണം, ഞാൻ അങ്ങനെ ഹിന്ദി ഫൈറ്റ് സിനിമകൾ അധികം കണ്ടിട്ടില്ല. പക്ഷേ മങ്കി മാൻ വെച്ച് കമ്പയർ ചെയ്യണില്ല ഞാൻ, അത് വേറെ ലെവലാണ്. അപ്പോൾ ഇതേപോലെ സിനിമകൾ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഫൈറ്റ് സിനിമകൾ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് സിനിമകൾ ഭയങ്കര ഡയലോഗ് പറഞ്ഞിട്ടുള്ള സിനിമയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഇപ്പോൾ ഫാമിലി ഓഡിയൻസിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന സിനിമയല്ല ഇതെന്ന് പറയുന്നത്. മലയാളത്തിൽ അങ്ങനെയാണ്, ഫാമിലീസിനും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫൈറ്റ് സിനിമകളായാലും എടുക്കുള്ളൂ ഇവിടെ. അതല്ലാണ്ട് ഡയലോഗ് കുറച്ച് ഭയങ്കര സീരിയസിൽ ഭയങ്കര പണ്ടാറ സാധനങ്ങളൊന്നും ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല. ഈ ഒരു സിനിമയ്ക്ക് കില്ലിൻ്റെ പോലെ പോലും ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ.
അപ്പോൾ മലയാളത്തിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ദെൻ ബൈ.